കവില് പലതുണ്ടിപ്പൊ പറയാനെ കടലാസില് നേരാ കണക്കിന് കായ്. വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഈ ട്രിപ്പാണ് നമ്മളെ. അപ്പം നമ്മളേതായാലും ഈ ഗാരേജ് ചൂസ് ചെയ്തിട്ടു. അപ്പം നമ്മളെ ഈ ഗാരേജിലായിരിക്കും ഇനി നമ്മളെ വണ്ടിയൊക്കെ ഉണ്ടാവുക. സംഭവം മറ്റേ ഗാരേജൊക്കെ അവിടെ കിടക്കും. ഇതായിരിക്കും ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പം ഇതായിരിക്കും ഇനി നമ്മൾ ചൂസ് ചെയ്ത്. അപ്പം നല്ല ഇടിയൊക്കെ പൊട്ടുന്ന മഴയാണ്, നമുക്ക് വേഗം പോകണം. ഒരുപാട് വീഡിയോയിലൊക്കെ പോയിട്ട് അപ്പം ഇതെല്ലാം നമ്മൾ വണ്ടി ഗാരേജുണ്ട്. ഏറ്റവും മോനെ നിർപ്പുണ്ടല്ലേ ഗൈസ്. ഏറ്റവും മോനെ സീറ്റാണെന്ന് പറയാനിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി എടുക്കുക. അപ്പോൾ ഏതായാലും വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്യാപ്റ്റനും മാഫിയും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനാണ് വൈകിയിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി എടുത്താണ്ട് അങ്ങോട്ടേക്ക് പോയേക്കട്ടോ, ട്രിപ്പിൻ്റെ ഏരിയക്ക്. അപ്പോൾ നേരെ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് തിരിച്ച് ഗാരേജ് ഇട്ടിട്ട് വേണം നമുക്ക് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ ഗൈസ്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വോക്കിലൊക്കെ ഇട്ടാണ്ട് ചെറിയതൊക്കെ സെറ്റ് ചെയ്ത് എൻട്രിയൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മളിവിടെ നിന്നാണ് ഗൈസ് പ്ലാനിങ്ങിന്. അപ്പം ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ നമ്മളിവിടെ നിന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ ചെറുക്കനടുത്ത് പോകാൻ പറ്റും. അങ്ങനെ പോവാൻ നമ്മളെ ബാക്കിൽ വണ്ണസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ വോക്കെല്ലാം ഇട്ടിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് കേൾക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് ആവേണ്ട വിചാരിച്ചിട്ട് കേൾപ്പിക്കാത്തതാണ് കേട്ടോ ഗൈസ്. അല്ല നമ്മൾ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ണാസൊക്കെ ബാക്കിൽ വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി പോയിന്റിലേക്ക് കയറ്റിയായിട്ട് നിർത്താൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂള്. അപ്പം നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റാം. ഒരു വരവുണ്ട് ഗൈസ്, വേറെ സാധനം. അപ്പോൾ വണ്ണാസ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി നേരെ കയറ്റിയേക്കാം. വണ്ണാസ് വേറെ പോയിന്റിൽ നിന്നാണ് ആൾക്കാർ കയറ്റുന്നത്, നമ്മൾ ഇവിടുന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് തന്ന പോയിന്റ് ഇതാണ്. പോക്കലൊക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വണ്ണാസ് 2 വണ്ടി ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ക്യാപ്റ്റനൊക്കെ വേറെ വേറെ ഏരിയയിൽ നിന്നാണ് ഇവരെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ് ഇവരെ പിക്ക് ചെയ്യേണ്ടി കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ യൂണിഫോമിൽ ഗൈസ് എനിക്കെന്താ കളർ ഡ്രസ്സൊന്നുമില്ല, ട്രിപ്പല്ലേ. ഒരു സാന്താ സാര അവർക്ക് കളർ ഡ്രസ്സൊന്നുമില്ലേ? അതൊക്കെ ഉണ്ട്. അത് പോകുന്ന വഴി മാറ്റും. ഞാൻ പിന്നെ മാറ്റില്ല, കളർ ഡ്രസ്സൊന്നും ഇല്ലാതെ രസം ഉണ്ടാവില്ല ഗൈസ്. ട്രിപ്പാകുമ്പോൾ അത് പൊളിക്കാനും കൂടെ ഇടയ്ക്ക് ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന ഒരു രസം ഉണ്ടാവില്ല ഗൈസ്, അതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വണ്ടി കറക്കിയെടുത്ത് പോവാണ് ഗൈസ്. നേരെ പോയിടിച്ച് നമുക്ക് ബാക്ക് വഴി പോയാൽ മതി ഗൈസ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഒന്ന് കറങ്ങിയേക്കാം. ഏതായാലും നമ്മളെ കറക്കം നമ്മളെടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു വഴി ഉണ്ട് എന്നാണ് പറയുക. അതിവിടെ ഗ്രൗണ്ടാണ് ഗൈസ്. നമുക്ക് വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. വണ്ണസ് ഇപ്പം പോകണുണ്ട്. വണ്ണസ് ടീമിനൊക്കെ പിക്ക് ചെയ്താണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പറയാം. ഒരു വണ്ണസ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ഈ സൈഡിലാണ് പോകുന്നത് ഗൈസ്. അതുകൊണ്ട് വണ്ടി പോകുന്നുണ്ട്. നമുക്ക് ആ വണ്ണസിൻ്റെ പോയാൽ മതി. അപ്പോൾ വണ്ണസ് മാത്രമല്ല കേട്ടോ, കൊമ്പുണ്ട്, കൊമ്പൻ്റെ ബോംബെ ഉണ്ട്, ആഗോരി ഉണ്ട്, പിന്നെ നമ്മളെ ബ്രൗണിൻ്റെ 2 വണ്ടി ഉണ്ട് ഗൈസ്, പിന്നെ വയനാടാണ്. ഇതൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ നമ്മളെ ജേഗരു 2 ഗ്യാൻസ്റ്ററും ചിന്നും ഗൈസ്. ഈ ഇത്ര വണ്ടികളാണ് നമ്മൾ ട്രിപ്പ് പോകണത് ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് അടിച്ചത് എൻജോയ് ചെയ്ത് പോവാം. ഒരു 10-15 ബസ് ഉണ്ട് ഗൈസ്. ഏതായാലും ഊറ്റോനെ ബ്രേക്ക് കുടിച്ചെടുക്കും. അങ്ങനെ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ മതി. പിന്നെ ഇവിടെ നമ്മളെ ബസ് ലുക്കായിരുന്നു കേട്ടോ ഗൈസ്, കിടില ലുക്കാണ്. വല്ല വണ്ണസിൻ്റെ കളറുണ്ട് ഗൈസ്, കിടില ലുക്കിൽ ഗൈസ്. വണ്ണസ് കളറിൽ നമുക്ക് വന്ന് ഇറക്കണം ഗൈസ്. നമ്മളെ വെയിറ്റിങ്ങിലാണ് 2 കളർ വണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ഈ അസ്ത്ര ഗ്രാഫിക്സിൽ ഒന്ന് ഇറക്കണം കേട്ടോ ഗൈസ്. ഒരു സെഡോണും ഗ്രാഫിക്സിലെല്ലാം ഇറക്കണം.
അപ്പം നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് വിടാം ഗൈസ്. അപ്പം വണ്ണസ് വല്ലാത്തൊരു ഇതന്നെ വണ്ണസേ ഓനെ പറയേണ്ട വളക്കുമൊക്കെ വണ്ണസാട് പോയി മുട്ടീന്ന് എന്തിന് കേടായിട്ട് ആടെ വളക്കാൻ പോയ. അത് തിരിച്ചു വന്നോളും. നൈസായിട്ട് സ്റ്റീറിങ് വന്ന് കയ്യിൽ നിന്ന് പോയാൽ തോന്നുന്നുണ്ട് ഗൈസ്. അതെല്ലാം നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടി. ഇപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ്. അപ്പോൾ ഇത് നമ്മളെ ലെവി ട്രിപ്പിൻ്റെ പാർട്ട് 1 ആണ് കേട്ടോ ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടേക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടുന്നത്. കാരണം ഇത് മുഴുവൻ ഇടാനൊന്നും കഴിയില്ല, കാരണം അച്ചാതെ ഹെവി ട്രിപ്പാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോയേക്കാം. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു മാപ്പിലേക്ക് എത്തിയേക്കാണ്. അപ്പം ഇവിടെ ഒന്ന് വണ്ടി സ്റ്റോപ്പിങ്ങില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം നല്ല മൂടൽ മഞ്ഞായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഒരു ഇത് കിട്ടിയേ. നല്ല പറപ്പിച്ചനാണ് നമ്മൾ വരുന്നത്. വണ്ണസും ഇതൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ നല്ല വൈബ് ഏരിയ സ്പോട്ടാണ് കേട്ടോ ഇത് ഗൈസ്. അപ്പം നമുക്ക് സ്പോട്ട് പോയിൻ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത മാപ്പിലേക്ക് ലോഡായിരിക്കുകയാണ്. അപ്പം നല്ല വൈബ് ഏറിയ സ്പോട്ടാണ് ഗൈസ്. അപ്പം നമുക്ക് ഞാൻ ഈ ഡ്രോണിൽ കാണിച്ചു തരാം. ഇതിൽ ഗൈസ് വൈബ് ഏറിയ സ്പോട്ടോ പിടിക്കേണ്ടി ഇനി എന്തോ പോയത് രക്ഷപ്പെട്ടത്. ഓ നേരത്തെ നമ്മൾ KSRTCനോട് മുട്ടില്ല നില നിൽക്കരുത് ഗൈസ്. അപ്പോഴാണ് ഈ നമ്മൾ ജയിച്ചില്ല നില നിൽക്കുകയാണ്. KSRTCൻ്റെ അടുത്ത് തൊട്ട് മുന്നിൽ ഞാൻ സൂപ്പർ ഫാസ്റ്റായിരുന്നു. പറക്കയില്ല ഗൈസ് ഞാനും KSRTCയും. അപ്പം നൈസായിട്ട് മേപ്പാട്ട് ലോഡായി. അപ്പം നമ്മളെ സൂപ്പർ ഫാസ്റ്റ് മുന്നിലുണ്ട്. ഇതിലെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിലെങ്കിലും ഞാൻ എടുക്കൂട തന്നെ. അപ്പോൾ നമ്മളങ്ങനെ KSRTC സൂപ്പർ ഫാസ്റ്റിനെ പൊട്ടിച്ചിരിക്കുകയാണ്. എടുത്തോണ്ട് പോടാ അവിടുന്ന്. എൻ്റെ ട്രാവലറും കൊണ്ട് പോയിരുന്നു മുന്നിൽ. മാറ്റാടാ ഞാനൊന്ന് പോട്ടടോ. ഓന് KSRTC മുന്നിൽ വരുന്നോണ്ട് ഗൈസ് ഇത് ചെയ്യണം. നമുക്ക് നല്ല അവൻ്റെ മുന്നിൽ കടിച്ച് കയറിയേക്കാം. നമ്മളോട് അവൻ്റെ കളി നല്ല തന്നെ നമ്മൾ തന്നെ ചാരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുന്നിൽ കയറിയിട്ട് ഓനവിടെ സൈഡായിട്ട് വെച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് മുന്നിൽ ഇങ്ങനെ പതിയെ പോകാം. പതിയെ ഉറുമ്പരിക്കുന്ന പോലെ പോകാൻ വരും. കാരണം ഇവൻ മാറ്റി തരുന്നില്ല ഗൈസ്. പ്രൈവറ്റ് ബസ് ഒന്ന് മാറ്റിക്കൊണ്ടു. അപ്പോൾ അങ്ങനെ അവൻ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുന്നിൽ പറപ്പിക്കാം. ഈ പ്രൈവറ്റ് ബസ്സുകാർ പണ്ടേ നല്ലവരാണല്ലേ. ഞാൻ അവനോട് മാറ്റി തരാനാണ് പറഞ്ഞിട്ടുള്ളൂ. ആ ബ്ലൂ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ഇവിടുന്ന് സിഗ്നൽ ഇട്ടതിൻ്റെ പേരിൽ മാറ്റിയെന്ന് കണ്ട് പഠിക്കടോ. മുന്നിലതാ വേറൊരു മഹാൻ. ഒന്ന് മാറ്റി തരുമോ? ഒന്നും പറയണ്ടില്ലായിരുന്നു. അപ്പം നമുക്ക് നേരെ മുന്നിൽ പോകാം. KSRTC ഭാരത് വൻസുമായിട്ട് മുട്ടുകയെന്ന് തോന്നുന്നുണ്ട്. ആര് ജയിക്കും നമുക്ക് നോക്കാം. KSRTC vs ഭാരത് വൻസ്. KSRTC ഭാരത് വൻസിനെ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങളിത് കാണുക അല്ലെങ്കിൽ ഞാനിത് കാണും. അപ്പോൾ ഏതായാലും KSRTC ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല KSRTCനെ പൊട്ടിച്ചത് പോയേക്കാം. അപ്പോൾ ഇങ്ങോട്ട് മാറിക്ക് KSRTC. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് എത്തിയിട്ട് കാണാം. അപ്പം ഗൈസ് ഇങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്താൻ പോവാണ് ഗൈസ്. കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൊടൈക്കനാൽ എത്താൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ മിക്കവാറും നമ്മളിവിടെ എൻഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പം അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ കൊടൈക്കനാലിൽ എത്തുന്നതും. ഇത് പാർട്ടായിട്ടാണ് നമ്മൾ ഇനി വീഡിയോസ് ഇടാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതാണ് നമ്മളെ വാഷിംഗ് ഏരിയ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോണേ. അപ്പം അടുത്ത പാർട്ടിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം ആരാണ് വെയിറ്റ് ചെയ്യാത്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ഈ ചെറുക്കനേക്കാൾ വെട്ടിച്ച് മുന്നോട്ട് കിടക്കാം. ഇതൊക്കെ ഏതാണ് ഗൈസ് ബസ്? ഞാൻ അപ്പോഴാണ് കാണണേ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ബസ്സിൻ്റെ രൂപസാദൃശ്യങ്ങൾ മാറിപ്പോയി ഗൈസ്. ഞാൻ അപ്പോഴാണ് ബസ്സൊക്കെ രൂപസാദൃശ്യങ്ങൾ നോക്കുന്നത് ഗൈസ്.
കേക്ക് ജി ടി ബസ്സും ഉണ്ട് ഗൈസ്. അപ്പം ബാക്കിൽ ജി ടി മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഞാൻ ഫ്രണ്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പം അത് നമ്മളെ പാലക്കടൻ പോണ്ട്. അതിൻ്റെ മോനെ കൊമ്പെന്താ പോണ്. അപ്പോൾ കൊമ്പ അവിടേക്കാണ് പോണേ. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ വളവെടുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് വളക്കാം. ഇനി ഒരൊറ്റ വളക്കൽ, അതിൽ നമുക്ക് ഫുള്ള് വളക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ അതാ നമ്മൾ വളക്കാൻ പോണേ. നമ്മളെ വളവ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഇനി കാണാൻ കഴിയുമോ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലാണ് പോകേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ കൊമ്പ അങ്ങോട്ടാണ് പോയാൽ നമുക്ക് അതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ കൊമ്പ പറക്കുകയാണ് ഗൈസ്, കാണുന്ന പോലും ഇല്ല ഗൈസ്. കൊമ്പ പറക്കുകയാണ്, കാണുന്നതേ ഇല്ല ഗൈസ്. അപ്പോൾ വയനാടൊക്കെ എവിടെ പോയി എടുക്കുകയില്ല ഗൈസ്. എൻ്റെ ബാക്കിൽ ഒരുത്തൻ്റെ ഇനിയില്ല, അവനും കാണില്ല. നമ്മളെ വണ്ണസൊന്നും കാണുന്നതന്നെയില്ല ഗൈസ്, പറക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ 2 പ്രൈവറ്റ് ബസ്സിനെ കണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊമ്പ മുന്നിലുണ്ട്. മച്ചാനൊന്നും മാറി തരുമോ, ഞാനൊന്നും മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പം നമുക്ക് കൊമ്പൻ്റെ അടുത്തെത്തിയിട്ട് ഈ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോണേ. അപ്പോൾ കൊമ്പൻ്റെ അടുത്തെത്തിയിട്ടേക്ക് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോണേ ഗൈസ്. അപ്പോൾ ഏതായാലും കൊമ്പൻ്റെ അടുത്ത് കൊമ്പനും നമ്മളും വീണ്ടും 0 നൈസായിട്ട് മൂഞ്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറക്കും തളിക വിടാം. അപ്പോൾ കൊമ്പനുമായിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നൈസായിട്ട് ആ പോസ്റ്റുമ്മ തട്ടി. കൊമ്പനായിട്ട് നേരെ വരുമ്പോൾ ഇതന്നെ സംഭവിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്നുകൂടി കൊമ്പനായിട്ട് പിടിക്കാം. അപ്പോൾ മച്ചാനെ ഞാൻ എൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഗൈസ് കൊമ്പനെ നൈസായിട്ട് പൊട്ടിക്കാം. നമ്മൾ മുന്നിൽ പോയാൽ മതി. ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള ബസ്സിൻ്റെ ഇതൊന്നുമില്ല ഗൈസ്. ആർക്കും വേണേൽ മുന്നിൽ എത്താം, ആർക്കും വേണേൽ പിന്നിലും എത്താം, അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ റേസാക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും കൊമ്പൻ ബേക്ക് ഉണ്ട്. അപ്പം നമുക്ക് കൊമ്പൻ്റെ പോയിന്റ് കയറിയാലോ? വേണ്ട, ഈ ഒരു HR മാറി തരുമോ? അല്ല മച്ചാൻ മാറി തന്നാൽ മതി. നൈസായിട്ട് ട്രാഫിക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ കൊമ്പൻ ബേക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് കാണിക്കാൻ കൊമ്പത നമ്മളെ ബേക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ കയറ്റണം. അപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് പോയാൽ മതി ചോക്കെ. അപ്പം ഫുൾ ബ്ലോക്കാണ്. മുന്നേ പോണ വണ്ടി നൈസായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. എൻ്റെ പേരിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ ഗൈസ്. എന്നെ പൊട്ടിച്ച് ഗൈസ്, എന്നെ പൊട്ടിച്ചിട്ട് പോകാനൊക്കെ ആയോടങ്ങി. അപ്പം നമ്മൾ ഫുഡിന് കയറ്റിയിട്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. വണ്ടി ആകെ പൊടിയാണ്, മറക്കും തളികല്ലേ ഇനി ഗൈസ്, അതുകൊണ്ട് പൊടിയാവാതിരിക്കൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ കാണാനെങ്കിൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അവർ. നല്ല പള്ള വഹിക്കുന്നുണ്ട്, എനിക്കും വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും അവർ ഫുഡ് കഴിച്ചിട്ട് അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ ഇവിടെ ഒരു രാജാമാട്ട് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, പച്ച പാർക്കിംഗ് സ്പേസ് ഇന്നോ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടൽ നോക്കാം. വെള്ളം വഹിച്ചിട്ട് നിൽക്കാനും വയ്യ ഗൈസ്, എന്ത് ചെയ്യാനാണ്. ഈ ഒരു വണ്ടി എവിടെയെങ്കിലും വെക്കണ്ട ഗൈസ്. പിന്നെ വണ്ടിക്ക് 20 ലിറ്റർ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. 20 ലിറ്റർ നൈസായിട്ട് പിടിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ മുഞ്ചു ഗൈസ്. വണ്ടി ഫുൾ ടാങ്ക് അടിച്ചാടാ. അപ്പോൾ 20 ലിറ്ററേ ഉള്ളൂ. അച്ചാതി ട്രിപ്പാണ് ഗൈസ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഹോട്ടൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് വീഡിയോ എൻഡ് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ. അപ്പം ഹോട്ടൽ കാണുമ്പോൾ അങ്ങനെ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് റെക്കോർഡിങ്ങിൽ. അപ്പോഴാണ് കേട്ടത് റെക്കോർഡല്ല എന്നല്ലേ. അപ്പോൾ ഏതായാലും വ്യൂ പോയിൻ്റ് ഇവിടെ അടുത്താണ്, അതുകൊണ്ട് ആ വ്യൂ പോയിൻ്റ് വെച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് റോങ് വേ ഒന്നും നമുക്കൊരു പുലിവല്ല. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, നമുക്കൊരു മുട്ടലായാലോ? എന്നാ നമുക്കൊരു മുട്ടൽ മുട്ടാം. പറക്കും തെളിക ഇവൻ മരക്കറേ. ഇതെന്താണ് പോകത്തെ? ആക്സിലേറ്റർ കൊടുത്തില്ല, പിന്നെ എങ്ങനെ പോവുക?
അപ്പോൾ നമ്മൾ KSRTCനെ പൊട്ടിക്കുകയാണ്. ഇത് നിങ്ങൾ കണ്ടോളി. KSRTC VSS അൻഷു കൊടുത്തില്ല. അപ്പോൾ ഏതായാലും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട ഏരിയയിൽ നമ്മൾ എത്തിയേക്കാണ് ഗൈസ്. അപ്പം നമുക്ക് മാപ്പ് നോക്കാം. ഞങ്ങൾക്ക് ഇത്ര മൈൽ പോകാണ്ട് നല്ലോണം പോകാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ എൻഡിലേക്ക് എത്തിച്ചേർന്നേക്കാണ്. നല്ല കഷ്ടപ്പാടുണ്ട്. നമുക്ക് പാസഞ്ചേഴ്സിനെ ഇവിടെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഇറക്കി വിട്ടിട്ട് നമ്മളെ ബസ്സൊന്ന് വാഷിങ്ങിനെ കൊണ്ടുപോകണം ഗൈസ്. നല്ല രീതിക്ക് പൊടി പോയിന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്ത് കോല ഗൈസ്, കാണാൻ എനിക്ക് വയ്യ. നല്ല രീതിക്ക് പൊടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യും വേണം, റിപ്പയർ ചെയ്യും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങിക്കോട്ടെ കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് മെല്ലെ കറങ്ങിയിട്ട് മെല്ലെ വണ്ടി കൊണ്ടുപോകാം. അപ്പം അടുത്ത വീഡിയോയിൽ ഇവിടെ നിന്നില്ല മടക്കായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് മടങ്ങുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ ഇടാൻ പോണേ ഗൈസ്. കിടിലം വൈബാട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി നമ്മളെ ഗോഡ്സിലൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ചെയ്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ RJS മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്നാണ് കേട്ടോ. പിന്നെ സൗണ്ടൊക്കെ നമ്മളെ സുമിത്ര ക്രിയേഷൻ എന്നാണ് നമ്മൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഗൈസ്. പേര് പെണ്ണുങ്ങൾ പോട്ടെ ഗൈസ്. എനിക്ക് പോകാൻ കഴിയില്ല ഗൈസ് പെണ്ണുണ്ടായിട്ട്. നമുക്ക് നേരെ അതിലെങ്ങനെ പോയിട്ട് അതിലെ പോരാൻ കഴിയും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മളൊരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലതൻ പായി. അപ്പോൾ അടുത്ത പാർട്ട് ഉണ്ടാവും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അടുത്ത പാർട്ട് സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഏതായാലും ഒന്ന് കുറച്ച് നേരം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീഡിയോ ഇറക്കാൻ നമ്മൾ നോക്കോട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഗോഡ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. വെയിറ്റ് ആൻഡ് സീ.